നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ബിഹേവിയറൽ അപ്രോച്ച് ആൻഡ് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച്. സോ ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചിനെ കുറിച്ചാണ്, ഇവിടെ സമീപനങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ബിഹേവിയറൽ അപ്രോച്ച് ആണ് ആദ്യമായിട്ട്. അത് പെരുമാറ്റ ശാസ്ത്ര സമീപനം എന്നാണ് ബിഹേവിയറൽ അപ്രോച്ചിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ഒരു 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത്, അതായത് 1950-60 കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അപ്പൊ അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രത്തിലാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിലാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അതിന്റെ പലതരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി അല്ലെങ്കിൽ വകഭേദങ്ങളാണ് പിന്നീട് വരുന്നത്. പരമ്പരാഗത സമീപനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിലെ പരിസ്ഥിതിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു എംപെരിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസിനെയൊക്കെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ രീതിയിലുള്ള ഒരു സമീപനം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ പ്രമുഖ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് ഈസ്റ്റൺ ആണ് ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്ന കാര്യം, അല്ലെങ്കിൽ ബിഹേവിയറൽ റെവല്യൂഷൻ എന്നൊരു ടേം ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. വെരി ഇമ്പോർട്ടന്റ് ടേം. ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറൽ റെവല്യൂഷൻ എന്ന ഒരു ടേം ഇദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയറൽ അപ്രോച്ചിന്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് ഇറ്റ്സ് എ സയന്റിഫിക് അപ്രോച്ച്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണ പഠന രീതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് രാഷ്ട്രീയ സംഭവങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് അനുഭവപരമായിട്ടുള്ള തെളിവുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് എംപെറിക്കൽ എവിഡൻസസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡുകൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പ്രത്യേക കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കിൽ നിന്ന് ഒരു ജനറലിലേക്കുള്ള രീതി, അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് രാഷ്ട്രീയം തന്നെ പറയാം, എല്ലാ സോഷ്യൽ സയൻസിലും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്, ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമ്മള് ഒരു വ്യക്തിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവന്റെ അപ്രോച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട്, ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ട് അതിനെ ഉയർന്ന തലങ്ങളിലേക്ക്, ഫാമിലി, സൊസൈറ്റി, ആ സൊസൈറ്റിയെ മൊത്തം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി ഇങ്ങനെയാണ്, അപ്പോൾ അതുപോലെയുള്ള വ്യക്തികളുടെ കൂട്ടമാണ് കുടുംബം, സൊസൈറ്റി, രാജ്യം എന്ന് പറഞ്ഞിട്ട് അതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിഡക്റ്റീവ്. അതായത് ആദ്യം രാജ്യം, ആ രാജ്യത്തിലെ സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ ഫാമിലി, ആ ഫാമിലിയിലെ വ്യക്തി, അങ്ങനെ ഇത് വ്യക്തിയിലേക്ക് ചുരുങ്ങും. അപ്പൊ ഇതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊന്ന് വാല്യൂ ഫ്രീ സ്റ്റഡിയാണ്. ഒരു മൂല്യനിരപേക്ഷ പഠനമാണ് ഇവിടെ നടത്തുന്നത്. അതായത് വ്യക്തിഗത അഭിപ്രായങ്ങളല്ല, മറിച്ച് തെളിവുകളും, നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രീയമായിട്ടുള്ള അവലോകനമാണ് ഇവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തിഗത അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വാല്യൂ ഫ്രീ ആയിട്ടുള്ള, മൂല്യനിരപേക്ഷമായിട്ടുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബിഹേവിയർ ആണ്. അപ്പൊ വ്യക്തികള്, സമൂഹങ്ങള്, രാഷ്ട്രീയ പ്രക്രിയ, ഇതിന്റെയൊക്കെ ജീവിതാനുഭവങ്ങളുടെയൊക്കെ സാമൂഹിക ഇടപെടലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ബിഹേവിയറൽ അപ്രോച്ചിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, അന്തർ വിഷയക അല്ലെങ്കിൽ അന്തർ വിഷയക സമീപനം ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അതായത് സമൂഹശാസ്ത്രം പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രത്തെ മാത്രം പഠിച്ചാൽ പോരാ, മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചും, അതുപോലെ അവിടുത്തെ ജിയോഗ്രഫി, ഈവൻ അവിടുത്തെ സസ്യജന്തുജാലങ്ങളും അവിടുത്തെ ജിയോഗ്രഫി പോലും, ഭൂമിശാസ്ത്രം പോലും, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പോലും ആളുകളുടെ രാഷ്ട്രീയ ചിന്താഗതിയെയും അതുപോലെ തന്നെ ആളുകളുടെ പെരുമാറ്റ രീതിയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ച് പറയുന്നത്. കൂടാതെ ഇവർ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിനെയും ഉപജീവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്
ഒപ്പീനിയൻ പോളുകൾ അല്ലെ, പോൾ ചെയ്യുന്ന ഒപ്പീനിയൻ പോൾസ് നോക്കാറുണ്ട്, സർവേകൾ നടത്താറുണ്ട്, എക്സിറ്റ് പോളുകളൊക്കെ ഒപ്പീനിയൻ പോളിൽ വരുന്നതാണ് എക്സിറ്റ് പോളൊക്കെ. അപ്പൊ ഇത്തരം തരത്തിലുള്ള പോളിംഗ് സിസ്റ്റംസ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. ഇനി പെരുമാറ്റ ശാസ്ത്ര സമീപനത്തിന്റെ അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ആണ് അല്ലെങ്കിൽ ഉപാധികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് വ്യക്തികൾ അല്ലെങ്കിൽ റെഗുലാരിറ്റീസ് ആണ്. വ്യക്തികളുടെ പെരുമാറ്റത്തില് ഒരു പ്രത്യേക മാതൃകയുണ്ട്, ഒരു പ്രത്യേക മോഡൽ, സ്പെസിഫിക് മോഡൽസ് വ്യക്തികളുടെ പെരുമാറ്റത്തിലുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. രണ്ട്, വ്യക്തികള് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. അതായത് ഒരു പൊളിറ്റിക്കൽ സെന്റേർഡ്നെസ് ഓരോ വ്യക്തിയുടെയും ഡീഡ്സിന് ഉണ്ടായിരിക്കും. ഇപ്പൊ ഭരണകൂടം, രാഷ്ട്രീയ പാർട്ടികള്, ഇതിലൊക്കെ വ്യക്തികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇനി മൂന്നാമത്തേത് എംപിരിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ അനുഭവശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളാണ്. ആശയപരമായ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള പഠനങ്ങൾക്ക് പകരം വ്യക്തികളുടെ അനുഭവത്തിലൂന്നിയ പഠനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഇനി പരിശോധനാ രീതികൾ, പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ടൂൾസ് ഇവിടെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതാണ് ഒപ്പീനിയൻ പോൾ, എക്സിറ്റ് പോൾ ഒക്കെ പോലെയുള്ള ഒപ്പീനിയൻ പോൾ, സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബിഹേവിയറൽ അപ്രോച്ചിന്റെ സവിശേഷതകൾ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബിഹേവിയറൽ അപ്രോച്ചിന്റെ സവിശേഷതകൾ. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ അത്തരം പോയിന്റ്സ് തന്നെയാണ്, അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ്. ഒന്നാമത്തേത് സയന്റിഫിക് ആൻഡ് എംപിരിക്കൽ ആണ്, അതായത് ശാസ്ത്രീയ സമീപനമാണ് ഫോളോ ചെയ്യുന്നത്. രണ്ട്, സമൂഹ ശാസ്ത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഫോളോ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. രണ്ട്, വ്യക്തികളുടെ രാഷ്ട്രീയ പെരുമാറ്റമാണ് പ്രധാനം, അതായത് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ ബിഹേവിയറിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. മൂന്ന്, എംപിരിക്കൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്, അതായത് അനുഭവ ശാസ്ത്രപരമായിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് ഇന്ത്യ, അമേരിക്ക പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ തെരഞ്ഞെടുപ്പ് പഠനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എംപിരിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അതിന്റെ ചില ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വാല്യൂ ഫ്രീ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, മൂല്യങ്ങളില്ല, മൂല്യാധിഷ്ഠിതമല്ല എന്നുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അതായത് രാഷ്ട്രീയ പഠനങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രീതി അവലംബിക്കേണ്ടതുണ്ട്, പക്ഷെ ഇവിടെ മൂല്യാധിഷ്ഠിതമല്ലാത്ത രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. രണ്ട്, അധികാരത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും ഒക്കെ അതിനൊക്കെയാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. മറിച്ച് മാനുഷിക മൂല്യങ്ങൾക്കോ വ്യക്തിക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല. മൂന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എല്ലായ്പ്പോഴും അനുഗുണമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ബിഹേവിയറൽ അപ്രോച്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതില് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് കൂടി ഡിസ്കസ് ചെയ്യേണ്ടത്. ബിഹേവിയറൽ അപ്രോച്ചിന് ശേഷം വന്നിട്ടുള്ള അപ്രോച്ചാണ് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച്. 1950-60 കാലത്തിലാണ് ബിഹേവിയറിൽ വന്നതെന്ന് പറഞ്ഞു. എന്നാൽ 60-70 കാലഘട്ടത്തിൽ വന്ന ഒരു രാഷ്ട്രീയ രീതിയാണ്, അവലോകന രീതിയാണ് ബിഹേവിയറൽ അപ്രോച്ചിന് ശേഷം വന്ന പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങള്, രാഷ്ട്രീയ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ സാമൂഹിക നീതി, മാനവികത, ഇതിനെല്ലാം തന്നെ ഒരു ബിഹേവിയറലിസ്റ്റുകൾ വേണ്ടത്ര പരിഗണിച്ചിരുന്നില്ല അല്ലെ. നമ്മൾ പറഞ്ഞു അത് വാല്യൂ ഫ്രീ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് പരിഗണിക്കാത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു വിമർശനം, അതിൽ നിന്നാണ്, അല്ലെങ്കിൽ ബിഹേവിയറലിസത്തിന്റെ വിമർശനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പുതിയ ഒരു ഐഡിയോളജിയാണ് പോസ്റ്റ് ബിഹേവിയറലിസം എന്ന് പറയുന്നത്. അപ്പൊ 1969 ഡേവിഡ് ഈസ്റ്റൺ ആണ് ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നത്. അപ്പൊ ബിഹേവിയറൽ അപ്രോച്ചിന്റെ വിശദീകരിച്ച് നമ്മൾ ഡേവിഡ് ഈസ്റ്റണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ബിഹേവിയറലിസം ഈസ് നോട്ട് ഇനഫ് എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ്. അതായത് പെരുമാറ്റ ശാസ്ത്രം മാത്രം പോരാ, അതിലേക്ക് ചിലതും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതിന്റെ ഡ്രോബാക്സ് എന്ത് ചെയ്യണം, ഒന്ന് തിരുത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള അഭിപ്രായത്തിൽ നിന്നാണ് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് റെലവൻസ് തന്നെയാണ്, ഒരു പ്രായോഗികത. രാഷ്ട്രീയ ശാസ്ത്രം ആധുനിക സാമൂഹിക പ്രശ്നങ്ങള്, സമാധാനം, വികസനം, ഹ്യൂമനിസം, മാനവികത, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന് അവിടെ പ്ലേസ് ഉണ്ട്. മറ്റേത് അവിടെ വ്യക്തിക്ക് ഒരു സ്ഥാനമില്ലായിരുന്നു. പൊളിറ്റിക്കൽ ഗവൺമെന്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ സ്ഥാനമുണ്ടായിരുന്നത്. ഇവിടെ മനുഷ്യനെ കൂടി എംബറാസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി വാല്യൂ ഓറിയന്റഡ് ആണ്. മറ്റേത് വാല്യൂ ഫ്രീ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്,
വാല്യൂ ഓറിയന്റഡ്. സോ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും മൂല്യനിരപേക്ഷിതമാകരുത്. മനുഷ്യനാണ്, മനുഷ്യന്റെ വാല്യൂസിൽ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്നാണ് സോഷ്യൽ ചേഞ്ചും അതുപോലെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചൊന്നും മുൻപ് ഗവേഷകരൊന്നും ഡിസ്കസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ സാമൂഹിക മാറ്റങ്ങളെ കൂടി എംബരാസ് ചെയ്യുന്നു. കൂടാതെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പഠനം, ബ്രെഡ്ത്തുള്ള ഒരു വിഡ്ത്തൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു പഠനം ഇവിടെ പോസിബിൾ ആണ്. പിന്നെ മറ്റേ നമ്മൾ ബിഹേവിയറിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പോസ്റ്റ് ബിഹേവിയറൽ ഐഡിയോളജിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്.